ഇവിടെ വരുന്ന 100-ൽ 80% ആളുകൾക്കും സിഹിർ ഉണ്ടാവാറില്ല. അതാണ് രസം. കേൾക്കണം നിങ്ങൾ. ഇവിടെ വരുന്ന 100-ൽ 80% ആളുകൾക്ക് നോക്കുമ്പോൾ സിഹിറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. വല്ല കണ്ണേറോ ചെറിയ ചെറിയ എന്തെങ്കിലും പ്രയാസങ്ങളായിരിക്കും. അത് അവരോട് പറയാണ്, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ഇന്നത് ഓതിയാൽ മതി, ഇന്നത് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അവർക്ക് അതങ്ങോട്ട് മതിയാകണില്ല. അതാ രസം. നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി ഒരു സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ആ സ്കാനിങ്ങിൽ ഒരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കില്ലേ വേണ്ടത്? ഇത് നേരെ ഓപ്പോസിറ്റ്. ഇവിടെ വരുമ്പോൾ ചില ആളുകൾക്ക് നമ്മൾ നോക്കിയിട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട കേട്ടോ, നിങ്ങൾക്ക് സിഹിറൊന്നുമില്ല, നിങ്ങൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട, നിങ്ങൾ ഇന്നാലിന്ന സൂറത്ത് ഓതിക്കോളൂ, ഇന്നാലിന്ന സൂറത്ത് ഇത്ര തവണ ഓതിയിട്ട് നിങ്ങൾ കുടിക്കൂ, വേറെ നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളിത് മാത്രം ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ചില ആൾ പറയും, ഉസ്താദ് നിങ്ങൾ ഒന്നും കൂടി നോക്കി, നിങ്ങളൊന്നും കൂടി നോക്കാണേ. ഇവർക്ക് ഈ സിഹിർ ഏറ്റിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. പ്രിയപ്പെട്ട മിനിങ്ങളെ, ഒരിക്കലും സിഹിർ ബാത്തിലാകാത്ത ഒരു സംഭവമാണെന്ന് ചില ആളുകൾ കരുതുന്നുണ്ട്. സിഹിർ ഒരിക്കലും ബാത്തിലാകില്ല. കാരണം എവിടെയെങ്കിലും പോയി ഒരു ചികിത്സ ചെയ്ത് സിഹിർ ബാത്തിലാകാനുള്ള എന്തെങ്കിലും ഒരു പണി ചെയ്താൽ അതെന്താവുന്നു? ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ആ സിഹിർ നമ്മളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ വീണ്ടും അവർ ചെയ്തു വിടുന്നു, അതല്ലെങ്കിൽ വീണ്ടും നമ്മളിത് അനുഭവിക്കുന്നു. ഇങ്ങനെ പല ആളുകളും ഒരു വിഷമം പറയാറുണ്ട്, ഉസ്താദേ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയി സിഹിർ ബാത്തിലാക്കി, പക്ഷെ എന്താകണില്ല, ഇത് ബാത്തിലായി പോകണില്ല. ഉസ്താദുമാരുടെ അടുത്തൊക്കെ ഞങ്ങൾ പോയി, തങ്ങന്മാരുടെ അടുത്ത് പോയി, ഞങ്ങൾ പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി ഉസ്താദെ, പക്ഷെ എന്താകണില്ല, സിഹിർ ബാത്തിലായി കിട്ടണില്ല. എന്താണ് അതിനൊരു പ്രതിവിധി? എന്തുകൊണ്ടാണ് ഇത് ബാത്തിലാകാത്തത് എന്ന് ചോദിക്കുന്ന കുറേ ആളുകളുണ്ട്. മുഅ്മിനീങ്ങൾ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഉറങ്ങുന്ന ഒരാളെയാണ് നമുക്ക് ഉണർത്താൻ പറ്റുള്ളൂ, അല്ലേ? ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണർത്താൻ പറ്റും. പക്ഷെ ഉറക്കം നടിക്കുന്ന ഒരാളെ നമുക്ക് ഉണർത്താൻ പറ്റില്ലല്ലോ. പറഞ്ഞു വരുന്നത്, നമുക്ക് സിഹിറാണെങ്കിലേ അത് ബാത്തിലാവും. നമുക്ക് സിഹിറാണെന്നുള്ള വിശ്വാസം, എനിക്ക് സിഹിർ ഏറ്റിട്ടുണ്ട് എന്നുള്ള വിശ്വാസം, അത് നിങ്ങളെ വല്ലാതെ തകർച്ചയിലേക്ക് കൊണ്ടെത്തിക്കും. എന്തൊക്കെ അമല് ചെയ്താലും സിഹിർ ബാത്തിലായിട്ടില്ല എന്നുള്ള നിങ്ങളുടെ തോന്നൽ, അത് നിങ്ങൾ മാറ്റി വെക്കാതെ നിങ്ങൾക്കൊരിക്കലും മരണം വരെ സന്തോഷം ലഭിക്കില്ല. എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും വരുമ്പോഴേക്ക് സിഹിറാണെന്ന് നിങ്ങൾ ധരിക്കരുത്. സിഹിറിന് ബാത്തിലെ പണിയെടുത്തു കഴിഞ്ഞാൽ അതൊരു 10-41 ദിവസം നിങ്ങൾ സമയം കൊടുത്ത് നോക്കണം, ബാത്തിലായോ മാറ്റങ്ങളുണ്ടോ എന്ന്. ഈ ആളുകൾ എന്താ ചെയ്യാന്നറിയോ? നിങ്ങൾ വലിയൊരു വിഷമമുള്ളൊരു സംഭവം പറയട്ടെ. ഇവിടെ പല ആളുകളും പല വിഷമങ്ങളും പറഞ്ഞ് വരാറുണ്ടല്ലോ. ഒരു സ്ത്രീ ഫോൺ വിളിച്ചപ്പോൾ പറയും, ഉസ്താദേ ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ വന്നിട്ടുണ്ടായിരുന്നു, വന്ന സമയത്ത് ഞാൻ അവിടെ നിന്നൊരു സ്ത്രീയെ പരിചയപ്പെട്ടു, അപ്പോൾ അവർ എനിക്ക് വേറെ ഒരു നമ്പർ തന്നു. എന്ത് പറഞ്ഞിട്ടാണ് നമ്പർ കൊടുക്കണമെന്നറിയോ? എടി നമുക്കൊന്ന് നോക്കുക, അഥവാ ഇവിടം കൊണ്ട് മാറ്റം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച വേറൊരു മൂല്യരുണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാം. നോക്കണം നിങ്ങൾ, വേറൊരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാമെന്ന്. ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടുന്ന് മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാം, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഇരിക്കുമ്പോൾ അവിടെ നിന്ന് പിന്നെയും തപ്പാണ്, ഇനി വേറെ എവിടെയെങ്കിലും ആൾക്കാരുണ്ടോ നോക്കുക. ഈ ആളുകൾ ചെയ്തു തരുന്ന അമല്, ആരും ആവട്ടെ, ഏത് ഉസ്താദാവട്ടെ, ഏത് തങ്ങന്മാരാവട്ടെ, ഇവർ ചെയ്തു തരുന്ന അമല് കൊണ്ട് നമുക്ക് മാറ്റം ഉണ്ടോ എന്ന് നോക്കാൻ ചുരുങ്ങിയത് ഒരു 41 ദിവസമെങ്കിലും, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റം വരാൻ ചുരുങ്ങിയ 41 ദിവസമെങ്കിലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാനുള്ള ക്ഷമ ചില ആളുകൾക്കില്ല. അവർ മരണം വരെ സിഹിറാണെന്ന് പറഞ്ഞ് നടക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, സിഹിർ ബാത്തിലാകാത്തതിൻ്റെ പ്രധാന കാരണം, നമുക്ക് സിഹിറേറ്റ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് ആരൊക്കെ വീട്ടിലുണ്ടോ അവർക്കൊക്കെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാണപ്പെടാറുണ്ട്. ഉമ്മാക്ക് സിഹിർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മക്കൾക്കൊക്കെ കാണാറുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയ്ക്കും ഭർത്താവിനും കാണാറുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് ചെയ്തതാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഉപദ്രവം അവിടെ നിൽക്കുന്ന കൂടെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ അടിച്ചു വാരിയതിന് ശേഷമാണ് തുടക്കേണ്ടത്. നമുക്ക് പരിപൂർണമായിട്ട് അത് മാറിക്കിട്ടണമെങ്കിൽ നമ്മൾ വീട്ടിൽ ആർക്കൊക്കെയാണോ സിഹിർ ബാധിച്ചതെന്നൊക്കെ എല്ലാവരെയും കൂടി ചികിത്സിക്കലാണ് ഏറ്റവും നല്ലത്.
ഇബ്ത്വാലിൻ്റെ അമല് ചെയ്യുമ്പോൾ എല്ലാവരും കൂടി ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, ഒരു ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ ഒരു ഉപ്പ, ആ ഉപ്പാൻ്റെ ബാങ്ക് ബാലൻസ് ഒരു 10 ലക്ഷം രൂപയുണ്ട്. ആ 10 ലക്ഷം രൂപ ഉപ്പയുടെ കാലശേഷം മരണശേഷം ഈ 10 ലക്ഷം രൂപ ആർക്കുള്ളതാ? ഈ മക്കൾക്കുള്ളതല്ലേ? ഇതേപോലെ തന്നെയാണ് ഈ വാപ്പ മരിക്കുന്ന സമയത്ത് 10 ലക്ഷം രൂപ കടമുണ്ടെങ്കിലോ അതാര് വീട്ടണം? അതും മക്കൾ തന്നെ വീട്ടണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളെ ഉപ്പാക്ക് സിഹറുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾക്ക് സിഹറുണ്ടെങ്കിൽ, നമ്മുടെ ഭാര്യയ്ക്ക് സിഹറുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അതുകൊണ്ട് ഒരു വീട്ടിൽ സിഹർ ബാധിച്ച ഒരു ഗൃഹനാഥനുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ഒരു ഇബ്ത്വാലിൻ്റെ അമൽ ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്ത കാര്യം, ഈ സിഹർ ബാധിച്ച വ്യക്തികൾ ചികിത്സിക്കാൻ വേണ്ടി പോകുന്ന സമയം, സിഹർ ബാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിലേക്ക് മാരണക്രിയകൾ ചെയ്ത് മൂർത്തികളെ നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നതാണ് സിഹർ, അല്ലേ? അപ്പോൾ ഈ മാരണക്രിയ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മളങ്ങനെ പിഴപ്പിക്കുന്ന, നമ്മളെ ജോലി നഷ്ടപ്പെടുത്തുന്ന, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന, കുടുംബത്തിൽ പരസ്പരം കലഹമുണ്ടാക്കുന്ന, വീട്ടിലൊരു സ്വസ്ഥത ഇല്ലാതാക്കണ, മക്കൾ നമ്മൾ പറയണത് കേൾക്കാതെ വഴി തെറ്റിപ്പോകുന്ന, ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ മേഖല എടുത്ത് നോക്കിയാലും അതിലെന്തുണ്ടാവും? നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും. ഇതിൻ്റെ പിന്നിൽ ഒരു പിശാച്, ഒരു ശൈത്താനിയത്ത്, മൂർത്തി എന്നൊക്കെ പറയാം. പേരുകൾ പലതിട്ട് വിശേഷിപ്പിച്ചാലും സംഭവം തരുന്ന റിസൾട്ട് ഒന്നാണ്. സിഹർ ബാധിച്ച വ്യക്തികൾ, പല ആളുകളും നമ്മൾ പറയുന്നത് ഓന് മൂർത്തികളാണ്, ഓന് ചേക്കുട്ടിയാണ്, ഓന് ചാത്തനാണ്, അങ്ങനെ പല പേരും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. പേരുകൾ പലതാണെങ്കിലും അതിൻ്റെ കർമ്മഫലം ഒന്നാണ്. എന്താണത്? നെഗറ്റീവ്. ജീവിതത്തിൽ നെഗറ്റീവിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു മാരണക്രിയകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ശാരീരികവും മാനസികവും സാമ്പത്തികവും ഇതിനെ പാടെ തകർത്ത് കളയുന്ന ഒരു പ്രക്രിയ, അത് ചെയ്തു വെക്കുന്നതിനാണ് മാരണം, സിഹർ എന്ന് പറയുന്നത്. ഈ സിഹർ ബാധിച്ച വ്യക്തി ഇത് ബാധിച്ചതു മുതൽ അവൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ അവനിങ്ങനെ താളം തെറ്റാൻ തുടങ്ങും. കച്ചവടമാണെങ്കിലും ബിസിനസ് ആണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമാണെങ്കിലും മക്കളുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിലും എല്ലാ മേഖലയിലും പതിയെ എന്ത് ചെയ്യാം? പ്രശ്നങ്ങൾ തുടങ്ങും. സിഹർ ബാധിച്ച മാരണക്രിയകളേറ്റ ഒരു വ്യക്തി 3 കാര്യങ്ങളെ കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടും. ഒന്ന്, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ. ശരീരത്തിനൊരു സുഖം ഉണ്ടാവില്ല, സ്വസ്ഥത ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. ശരീരത്തിന് എപ്പോഴും ഒരു അസുഖമായിരിക്കും. ഒന്നല്ലെങ്കിൽ ഒന്ന്, ഒരസുഖം മാറുമ്പോൾ മറ്റൊരു അസുഖം, ആ അസുഖം മാറുമ്പോൾ വേറൊരു അസുഖം. എത്ര ഉമ്മമാർ പറയാറുണ്ടെന്നറിയോ? ഇനിയൊരു സ്കാനിങ്ങും ചെയ്യാൻ ബാക്കിയില്ല, ഇനിയൊരു MRI എടുത്ത് നോക്കാനില്ല, ഇനിയൊരു ഡോക്ടറെ കാണിക്കാനില്ല, ഇനിയൊരു മരുന്ന് കുടിക്കാനില്ല, അസുഖം മാറിയിട്ടില്ല. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, അവൻ എന്തെങ്കിലും പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അത് സിഹറാവാം, കണ്ണാവാം, എന്തോ ആവാം. അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്, അത് നമ്മുടെ മെഡിക്കൽ സയൻസ് നോക്കിയിട്ട് ആദ്യം നമ്മൾ അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഒരാൾക്ക് രോഗം വന്നാൽ ആദ്യം ചെയ്യേണ്ടത് മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെടുക, ഒരു ഡോക്ടറെ കാണിക്കുക. ഇപ്പം എനിക്കൊരു പനി വന്നാൽ ഞാൻ ആദ്യം തന്നെ സിഹറാണെന്ന് പറഞ്ഞ് അത് ബാത്തിലാക്കാനുള്ള പണിയല്ല ചെയ്യുക. ഒരു ഡോക്ടറെ പോയി കാണും, ആ ഡോക്ടറുടെ നിർദ്ദേശം ഞാൻ സ്വീകരിക്കും, ആ ഡോക്ടർ തന്ന മരുന്ന് കഴിക്കും, ആ ഡോക്ടർ പറഞ്ഞ എല്ലാ പഥ്യങ്ങളും അനുസരിച്ച് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കുടിച്ചിട്ട് മാറിയിട്ടില്ലെങ്കിൽ ആ ഡോക്ടറെ ഞാൻ മാറ്റി കാണിക്കും. അങ്ങനെ 2, 3, 4 ഡോക്ടർമാരെ മാറ്റി കാണിച്ചു. അവരെല്ലാവരും നോക്കിയിട്ട് പറയുന്നു, നിങ്ങൾക്കൊരു അസുഖവുമില്ല, അത് നിങ്ങൾക്ക് തോന്നലാണ്, അത് നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ മനസ്സിനാണ് എന്നൊക്കെ പറഞ്ഞ് അവർ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ, ഡോക്ടർമാർ കഴിയൊഴിയുന്ന സാഹചര്യം, അവർ രോഗം കാണാത്തൊരവസ്ഥയാണെങ്കിൽ അവിടെയാണ് നിങ്ങൾ ആത്മീയപരമായിട്ടുള്ള ചികിത്സയിലേക്ക് ഇറങ്ങേണ്ടത്. അല്ലാതെ ചെറിയൊരു പനി വരുമ്പോൾ, ചെറിയൊരു തലവേദന വരുമ്പോൾ, ചെറിയൊരു ക്ഷീണം വരുമ്പോൾ ഇത് സിഹറാണ്, ഇത് കണ്ണേറാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഓടിപ്പോയിട്ട് ഇത്തരം ചികിത്സയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇറങ്ങാൻ പാടില്ല. അതൊക്കെ സിഹറാണെന്ന് വിശ്വസിക്കരുത്. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശാരീരികമായിട്ട് പറ്റ കുടുങ്ങി പോകും. എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല. ചില ശരീരപ്രകൃതം, ജീവിതശൈലിയൊക്കെ നോക്കിയിട്ടാണ് ഇതിങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം, എന്തിനാണെന്നറിയില്ല ടെൻഷൻ. അങ്ങനെ ഉണ്ടല്ലോ, എപ്പോഴും ടെൻഷൻ,
എന്നാൽ വേറെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ, നെഞ്ഞത്തൊരു ചാട്ടം, ഒരു ഹാദി, ഒരു എന്താ പറയുക, എപ്പോഴും ഒരു ബേജാറ് പിടിച്ച് സ്വസ്ഥത ഇല്ലാതാവുക, മനസ്സിന് ഒരു സമാധാനം ഇല്ലാതെ കിടന്ന് ഒരു പരിഭ്രാന്തതയോടുകൂടി ഓടിപ്പായുന്ന ആളുകളുണ്ട്. അത് മാരണം സിഹറേറ്റ ആളുകളുടെ ലക്ഷണമാണ്. കണ്ണേറൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ പ്രധാനപ്പെട്ട ഒന്നാണ് സാമ്പത്തികം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ചുറ്റുപാടിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ ഈ ചുറ്റുപാട് ഈ കാലഘട്ടത്തിൽ നമുക്ക് സാമ്പത്തികമായ പ്രതിസന്ധി എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉള്ളതാണ്. നോക്കൂ, നിങ്ങൾ ആദ്യ കാലങ്ങളിൽ 1000 രൂപ കൊണ്ടോ 2000 രൂപ കൊണ്ടോ ടൗണിൽ പോയാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ, ഒരു മാസത്തിനുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് വരാൻ പറ്റുമായിരുന്നു. ആ സമയത്ത് ഇന്നൊരു കുടുംബത്തിൽ 2000 കൊണ്ടൊരു മാസത്തെ സാധനം ഒപ്പിച്ച് നടക്കുമോ? ഇല്ല. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിത ശൈലി ഒരുപാട് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന സാമ്പത്തികം നമ്മളുടെ ജീവിതത്തിന്, ഉപജീവന മാർഗത്തിന് തികയാത്ത ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് സിഹറാണ്, എനിക്ക് കിട്ടുന്ന പണം ചിലവായി പോകുന്നത് സിഹർ കൊണ്ടാണെന്ന് കരുതരുത്. നമ്മുടെ ചിലവിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടിയിട്ടും, ഉദാഹരണം, ഒരാളുടെ ചിലവ് ഒരു 20,000 രൂപയാണെന്ന് കൂട്ടുക. അദ്ദേഹത്തിന് ഒരു മാസത്തിൽ 1,00,000 രൂപയ്ക്ക് മുകളിൽ സാലറി കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വേറെ ചിലവൊന്നുമില്ല, ഒരു 10-20 ഉറുപ്പിൻ്റെ ചിലവുള്ളൂ. എന്നാലും ബാക്കി 80,000 രൂപ അദ്ദേഹത്തിന് സേവ് ചെയ്യാൻ എടുത്തു വെക്കാൻ കിട്ടും. എന്നിട്ടും 5-6 വർഷം അതേ രീതിയിൽ അധ്വാനിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നുമില്ല. എന്നാൽ അദ്ദേഹം ദൂർത്തടിച്ചില്ല. ആ പൈസ കയ്യിൽ വരുമ്പോൾ ഇതെവിടേക്കാണ് പോകണമെന്നറിയില്ല. അങ്ങനെ ചില ആളുകളുണ്ട്. എവിടേക്കാണ് പഠിച്ചോനെ എൻ്റെ പൈസ പോയതെന്നറിയില്ല, ഞാൻ ഈ പൈസ കൂടി എന്താ കാട്ടിയെന്നറിയില്ല. ഉമ്മാക്കോ ഉപ്പാക്കോ ഭാര്യക്കോ കണക്ക് കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ ടെൻഷനാവും, എന്താണ് ഈ പൈസ കൊണ്ടുപോയി കാണിച്ചു കൂട്ടിയത് എന്നറിയാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ അവരാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ 20,000 രൂപയ്ക്ക് സാലറി എടുക്കുന്ന ഒരാൾ, അവനക്ക് 25,000 രൂപയുടെ ചിലവുണ്ടെങ്കിൽ അവന് പൈസ കയ്യിൽ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് സിഹറാണ്, കണ്ണാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും അതിൻ്റെ പിന്നാലെ ഓടേണ്ട ആവശ്യം ഇല്ല. ഇതെന്തിനാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്? ഇവിടെ വരുന്ന 100-ൽ 80% ആളുകൾക്കും സിഹർ ഉണ്ടാവാറില്ല. അതാണ് രസം, കേൾക്കണം നിങ്ങൾ. ഇവിടെ വരുന്ന 100-ൽ 80% ആളുകൾക്ക് നോക്കുമ്പോൾ സിഹറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. വല്ല കണ്ണേറോ ചെറിയ എന്തെങ്കിലും പ്രയാസങ്ങളായിരിക്കും. അത് അവരോട് പറയാണ്, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ഇന്നത് ഓതിയാൽ മതി, ഇന്നത് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അവർക്ക് അതങ്ങോട്ട് മതിയാകണില്ല. അതാ രസം. നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി ഒരു സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ആ സ്കാനിങ്ങിൽ ഒരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കില്ലേ വേണ്ടത്? ഇത് നേരെ ഓപ്പോസിറ്റ്. ഇവിടെ വരുമ്പോൾ ചില ആളുകൾക്ക് നമ്മൾ നോക്കിയിട്ട്, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കേട്ടോ, നിങ്ങൾക്ക് സിഹറൊന്നുമില്ല, നിങ്ങൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട, നിങ്ങൾ ഇന്നാലിന്ന സൂറത്ത് ഓതിക്കോളൂ, ഇന്നാലിന്ന സൂറത്ത് ഇത്ര തവണ ഓതിയിട്ട് നിങ്ങൾ കുടിക്കൂ, വേറെ നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളിത് മാത്രം ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ചില ആൾ പറയും, ഉസ്താദ് നിങ്ങൾ ഒന്നും കൂടി നോക്കി, നിങ്ങളൊന്നും കൂടി നോക്കാണേ. ഇവർക്ക് ഈ സിഹർ ഏറ്റിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. എന്നിട്ട് അതിനിങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഇങ്ങനെ നടക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു മനസ്സിന് വലിയൊരു സന്തോഷം കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവുന്നതിൽ നിന്നും. സിഹർ ഇല്ലെന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ, എല്ലാവർക്കും അങ്ങനെയല്ല. കൂടുതലും ആളുകൾ വരുമ്പോൾ അവർക്ക് സിഹറൊന്നും ഉണ്ടാവാറില്ല, ചെറിയ പ്രയാസങ്ങളായിരിക്കും. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയണില്ല. ഉസ്താദ് ഒന്നും കൂടി നോക്കി, സിഹർ ഉണ്ടോ എന്ന് നോക്കുകയാണെ. എനിക്ക് എൻ്റെ അമ്മായിൻ്റെ മോളായിട്ട് ഞാൻ ഇപ്പോഴത്തൊരു തർക്കം കഴിഞ്ഞിരുന്നു, അതിന് ശേഷമാണ് എനിക്ക് ബുദ്ധിമുട്ട് തുടങ്ങിയത്, അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കുകയാണെ. അങ്ങനെയുള്ള ആളുകളെ പറ്റിക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതിലിങ്ങനെ അഡിക്റ്റായിട്ട് വരുന്ന ആളുകളുണ്ടല്ലോ, എനിക്ക് സിഹർ ഉണ്ട് ഉസ്താദ് നിങ്ങൾ നോക്കാണേ, എനിക്ക് എന്തോ പ്രശ്നമുണ്ട് അത് നോക്കാണെന്ന് പറഞ്ഞു വരുന്ന അങ്ങനത്തെ ആൾക്കാരല്ലേ, അങ്ങനത്തെ ആൾക്കാരെ വേഗം പറ്റിക്കാൻ പറ്റും. അങ്ങനത്തെ ആളോട് പറയണേ, നിങ്ങൾക്ക് സിഹർ ഉണ്ട് കേട്ടോ, അത് മാറ്റാൻ ഇത്ര ലക്ഷം റുപ്യ ചിലവ് വരും, അല്ലെങ്കിൽ ഇത്ര 1000 റുപ്യ ചിലവ് വരും, ഇത്ര ദിവസം കൊണ്ട് ഞാൻ മാറ്റി തരാനോ ഒരു കൊടുന്നൊരും പൈസ. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറയുന്നു, നമുക്ക് സിഹറാണോ അല്ലെങ്കിൽ കണ്ണാണോ, നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ മനസ്സിലാക്കാതെ വെറുതെ ചികിത്സയും കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു മാറ്റവും കിട്ടൂല. സിഹർ ഉണ്ടെന്ന് കരുതി വിശ്വസിക്കുക, എന്നിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നടക്കുക, എന്നിട്ട് അതിൽ മാറ്റം കിട്ടണില്ല എന്ന് പറയുക. മാറ്റം കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ടാണ്. ഒരു മനുഷ്യന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ റബ്ബിൻ്റെ ഖളായിൽ തീരുമാനിച്ചതുപോലെ നടക്കും. അതിനെല്ലാം ഇത് സിഹറാണും കണ്ണാണെന്നും പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നടക്കാൻ പാടില്ല. അപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരു മനുഷ്യൻ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് 100-ൽ
ഒരു 40% സിഹിർ ബാധിച്ചത് കൊണ്ടായിരിക്കാം, 60% നോർമലായി പോകുന്നവരായിരിക്കാം. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സിഹിറുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പരീക്ഷിക്കുക. നമ്മുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കുക. പഠിച്ചോനെ, ഞാൻ അനുഭവിക്കുന്നത് സിഹിറാണോ, കണ്ണാണോ, നാവാണോ, എന്തെങ്കിലും പ്രയാസങ്ങളാണോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും സന്തോഷിക്കാൻ പറ്റാതെ പോകുന്ന ആളുകൾ, സാമ്പത്തികമുണ്ടായിട്ടും അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത ആളുകൾ, പിന്നീട് അത് ആലോചിച്ച് സങ്കടപ്പെടുന്ന ആളുകൾ, ഇതിനൊരുപാട് അടയാളങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നോക്കി അത് മനസ്സിലാക്കിയിട്ട് സിഹിർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചികിത്സ ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് സിഹിർ ബാധിച്ച ആളുകൾ എന്താണ് ചെയ്യേണ്ടത്, വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അമൽ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.